മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസ മുസ്തു. അമ്മനോട് പറഞ്ഞ് ലച്ചു വിക്കിയോടൊപ്പം തന്നെ ഇറങ്ങി. വിക്കിയുടെ കൂടെ വീടിന് മുന്നിൽ ചെന്നിറങ്ങുമ്പോൾ ലച്ചുവിന് അവനെ അകത്തേക്ക് വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അകത്തേക്ക് നടക്കുന്നവളെ വിക്കി നോക്കിയിരിക്കെ പെട്ടെന്ന് തിരിച്ചടുത്തേക്ക് വരുന്ന ലച്ചുവിനെ കണ്ട് വിക്കി കാര്യം മനസ്സിലാവാതെ നിൽക്കെ ലച്ചു വന്ന് ഗ്ലാസ്സിനെ തട്ടി അത് താഴ്ത്താൻ കാണിച്ചതും വിക്കി പെട്ടെന്ന് ഗ്ലാസ് താഴ്ത്തി. ഏട്ടനും അമ്മയും പപ്പയൊക്കെ ഉണ്ട് അകത്ത്, ഇറങ്ങി എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് പോകാം. ലച്ചു ചെറിയൊരു പരങ്ങലോട് ചോദിച്ചപ്പം വിക്കി തൊട്ടടുത്ത് കുനിഞ്ഞു നിൽക്കുന്നവളുടെ കണ്ണിലേക്ക് നോക്കി. അതേ നിമിഷം തന്നെ ലച്ചുവിൻ്റെ ചുണ്ടിലെ ചിരിവിരിയെ വിക്കി തലയാട്ടി ചിരിച്ചുകൊണ്ട് അവൾക്കൊപ്പം ഇറങ്ങി അകത്തേക്ക് നടന്നു. വിഘ്നേഷിൻ്റെ പേരൻസ് പുറത്തെ ഗാർഡനിൽ തന്നെ എല്ലാവരും ഇരിക്കുന്നത് കൊണ്ടാണ് ലച്ചു വിക്കിയെ വിളിച്ചത്. അരുണിന് വിക്കിയെ കണ്ട് പരിചയമുണ്ട്. അവൻ പറഞ്ഞു കൊടുത്തപ്പം മമ്മക്കും പപ്പക്കും ആളെ മനസ്സിലായി. അച്ഛനും അമ്മയും ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഞാനവിടെ ആയിരുന്നു. നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടപ്പോൾ വന്നതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് അവിടെ വെച്ചാണ് ലച്ചുവിനെ കണ്ടത്. വിക്കി സ്ട്രൈറ്റായിട്ട് എല്ലാം പറയുന്നത് കേട്ട് എല്ലാവരും ലച്ചുവിനെ നോക്കി. അഞ്ചാരുൻ്റെ കൈക്ക് പിടിച്ച് കണ്ണ് ചിമ്മിച്ചിരിക്കെ അരുൺ നോക്കിയത് ലച്ചുവിനെയാണ്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. കൊണ്ടുവന്ന ജ്യൂസ് ഒരു സിപ്പ് കുടിച്ചിറക്കി വിക്കി എണീക്ക് എല്ലാവരും വിക്കിക്ക് എണീറ്റു. അരുൺ വിക്കിപ്പൊക്കം പോകുന്നതും യാത്രയാക്കുന്നതൊക്കെ നോക്കി ലച്ചു ഒരു ചിരിയോടെ നിന്നു അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരുടെ ശ്രദ്ധ അവളെയായിരുന്നു എന്ന് ലച്ചു അറിഞ്ഞില്ല. അരുൺ വന്നതും ലച്ചുവിനോടും അഞ്ജുനോടും പോയി ഫ്രഷ് ആവാൻ പറഞ്ഞയച്ചു. അവർ പോയതും മമ്മ നേരെ അരുണിനെ പിടിച്ചിരുത്തി. അരുൺ ഇവരുടെ ഫ്രണ്ട്സ് മാത്രമാണോ? നിങ്ങളവിടെ ഇരിക്കുക. ലച്ചുവിൻ്റെ കാര്യം ആയതുകൊണ്ട് എനിക്ക് പേടി. അരുൺ അവനോട് എന്തെങ്കിലും ചോദിച്ചോ നീ? വിക്കി നല്ല പയ്യനാണ് പപ്പ. പുറത്ത് എവിടെയായാലും മോശമായി ഒന്നും കേട്ടിട്ടില്ല. പിന്നെ ഫ്രണ്ട്സ് ആണെന്നല്ലേ ലച്ചു പറഞ്ഞത്. നമുക്ക് നോക്കാം. നമ്മുടെ കൂട്ടരാണല്ലോ അല്ലേടാ മമ്മ. പിന്നെ എനിക്കറിയണ്ടേ, ആകെയുള്ള പെണ്ണൊരുത്തിയാ. ഞങ്ങളെ കൂട്ടി വെച്ചതൊക്കെ നിങ്ങൾക്കുള്ളതാ. എങ്ങാനും ലച്ചു അവനുമായി ഇഷ്ടത്തിലായ ഞങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ എങ്ങനത്തെ ആളാണെന്നൊക്കെ. അരുൺ തലയ്ക്ക് കൈ കൊടുത്ത് അവർ പറയുന്നതും കേട്ട് അവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്തതൊക്കെ കേട്ട് ലച്ചുവിനെയും കൂടി പിടിച്ച് അഞ്ചു നിൽപ്പുന്നുണ്ടായിരുന്നു. ഇവരുടെ ഒരു കാര്യം. ലച്ചു നെറ്റിക്കടിച്ചുകൊണ്ട് പറയെ അഞ്ചു ചിരിച്ചുപോയി. എന്താടി ചിരിക്കുന്നത്? ഒന്നുമില്ലേ, ഞങ്ങളാരും അറിയാതെ നിങ്ങളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. എടി ദുഷ്ടേ, നീ അത് ഏട്ടനോട് പറഞ്ഞില്ലല്ലോ അല്ലേ? കേട്ടതും അഞ്ചു ഇളിച്ചുകൊണ്ട് ലച്ചുവിന് പിടുത്തം വിട്ടു. സോറി ലച്ചുസേ, ഒരു സുപ്രഭാതത്തിൽ എനിക്ക് പറയേണ്ടി വന്നു. നോക്കണ്ട, ഞാൻ നാട് വിട്ടു. ബാണം വിട്ടതുപോലെ സ്റ്റെയർ കയറി ഓടിപ്പോകുന്നവളെ ലച്ചു വായും പൊളിച്ച് നോക്കി നിന്നുപോയി. പിന്നാലെ അഞ്ചു വിളിച്ച് ഓടിച്ചെന്നപ്പോഴേക്കും അഞ്ച് റൂമിൽ കയറി ഡോറടിച്ച് കളഞ്ഞിട്ടുണ്ട്. ലച്ചു നോക്കിയപ്പോൾ താഴെ ഹാളിലെത്തി. അവിടെ ഇരുന്നിട്ടുണ്ട് 3 പേരും. കാര്യമായ സംസാരത്തിൽ കൂടെയാണെന്ന് കാണേ ലച്ചു വേഗം അവിടുന്ന് ഇറങ്ങി. രാത്രി 2 റൂമിലിരുന്ന് ലച്ചുവും അഞ്ചും ഗ്രൂപ്പിൽ മുടിഞ്ഞ ചാറ്റാണ്. സംഭവം ഇതിനോടൊക്കെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ കൂടെ വിക്കിയുടെ സോങ് സ്റ്റാറ്റസ് ഇട്ട് വന്ന ജുബി ഇതൊക്കെ കൂടെ കേട്ട് കിളിപാറി പിരിപ്പാണ്. എങ്ങനെ എവിടെ വെച്ച് കണ്ടു തുടങ്ങി ചോദിച്ച് ജുബി അലറി വിളിച്ചപ്പം അവസാനം സൈക്കെട്ടിൽ ലച്ചു നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അന്നത്തെ രാത്രി മുഴുവൻ സംസാര വിഷയം അതായിരുന്നു. ലച്ചുവിന് വിക്കിക്ക് ഇഷ്ടമായിക്കൊണ്ടു പോകുമോ അവർ ഒന്നിക്കുമോ എന്നത്. പിറ്റേന്ന് രാവിലെ 5 എണീറ്റതും അടുത്തുറങ്ങുന്ന അരുണിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ഡ്രസ്സും വാരി ചുറ്റി കുളിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴും അരുൺ എണീറ്റിട്ടില്ല. ഉറങ്ങിയപ്പോൾ 3 മണിയോളായിട്ടുണ്ട്. അരുൺ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി 5 താഴേക്ക് പോയപ്പോൾ തന്നെ കണ്ടു ഹാളിലിരിക്കുന്ന അമ്മയും പപ്പയും. 5 അങ്ങോട്ട് ചെന്നപ്പാണ് അമ്മണിയമ്മ അവർക്കുള്ള കോഫിയുമായി വരുന്നത് കണ്ടത്. ഇങ്ങോട്ട് തന്നേക്കാം അമ്മണിയമ്മേ പറഞ്ഞിട്ട് 5 അത് വാങ്ങി അവർ ഒരു ചിരിയോടെ തിരിച്ച് കിച്ചണിൽ പോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോൾ എണീറ്റോ ചോദിച്ച് 2 പേരും കോഫി വാങ്ങി. അപ്പോഴേക്കും അമ്മണിയമ്മ അഞ്ചിനുള്ളതും കൊണ്ടുവന്ന് കൊടുത്തു. അവൻ എണീറ്റില്ലേ? പപ്പയാണ് ചോദിച്ചത്. എന്ന് എണീക്കണ നേരമായിട്ടുണ്ട്. എണീറ്റിട്ടില്ല. ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം കിടക്കട്ടെ എന്ന് പറഞ്ഞു. വേഗി കിടന്നത് പറയാൻ പറ്റുമോ? അതുകൊണ്ട് കിട്ടിയത് പറഞ്ഞിട്ട് 5 ഗ്ലാസ് ചുണ്ടോട് ചേർക്കെ 2 പേരും അവരുടേതായ സംസാരത്തിലായി. നാളെ അരുണേട്ടൻ്റെ പിറന്നാളല്ലേ, പുറത്ത് പോയി ഒരു പാർട്ടി വെക്കാമെന്ന് എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുണ്ടാവില്ലേ? ചോദിക്കാൻ വന്നത് ചോദിക്കെ 2 പേരും പരസ്പരം ഒന്ന് നോക്കി. ഞാനത് മറന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ? പപ്പയില്ലെന്ന് തലയട്ടെ 5 അവരെ തന്നെ നോക്കി. ഒരു മീറ്റിംഗ് വെച്ച് പോയി. നാളെ പുലർച്ചെ ഞങ്ങൾക്ക് പോകണം മോളെ. അത് പറയാൻ മമ്മക്ക് വിഷമം തോന്നി. ഒന്നിമിപ്പം അങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല പറഞ്ഞിട്ട് വിഷാദം നിറഞ്ഞ ചിരിച്ചിരിക്കെ 5 മമ്മയുടെ കയ്യിലെ പിടിച്ചു. അത് സാരല്ല മമ്മ, നൈറ്റ് നമുക്ക് ചെറുതായിട്ട് കേക്ക് കട്ടിയാം. നാളെ നിങ്ങൾക്ക് പോകുമ്പം ഇങ്ങനൊരു വിഷമം വേണ്ടല്ലോ. അത് കേട്ടപ്പോൾ അവർക്കും അത് നല്ലതായി തോന്നി. അവരോട് സംസാരിച്ച് നിൽക്കെ ലച്ചു ഇറങ്ങി വരുന്നത് 5 കണ്ടിരുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് 2 പേരെ അടുത്തായിരിക്കെ 5നെ ഒന്ന് കൂർപ്പിച്ച് നോക്കാൻ ലച്ചു മറന്നില്ല. സംസാര വിഷയം അരുണിൻ്റെ പിറന്നാളാണെന്നറിയേ ലച്ചു 5 ചോദിച്ചതുപോലെ ചോദിച്ചു. ഉണ്ടാവില്ലെന്ന് കേൾക്കെ ലച്ചുവിന് വിഷമായി. 2 ദിവസത്തേക്കല്ലേ മമ്മ, ഒന്ന് മാറ്റി വെച്ചൂടെ? അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ലച്ചു. ഞങ്ങൾ തന്നെ അങ്ങോട്ട് എത്തണം.
എത്രയൊക്കെ പറഞ്ഞാലും അവർ അതിന് മാറ്റിവെക്കില്ലെന്ന് മനസ്സിലായപ്പം ലച്ചു അഞ്ജുവിനെയും കൊണ്ട് അവിടുന്ന് എണീറ്റു. പിന്നെ ലച്ചു, നാളെ പാർട്ടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്കാകും പോവുക. അതെന്തേ? എന്താണോ? അവിടെ അങ്ങനെ വിശേഷമൊക്കെയായിട്ട് ഞാൻ ചെന്ന് നിന്നിട്ടില്ലെന്ന് അമ്മ പറയുന്നുണ്ട്. ഒന്ന് ചെന്ന് കാണണം. അരനേട്ടം കൂടെ വരുമോ ആവും. അഞ്ച് ആരോടൊന്നില്ലാതെ പറഞ്ഞപ്പം ലച്ചുവിന് അവൾ പോകുമെന്നറിഞ്ഞതും മുഖം വാടി. മിണ്ടാട്ടം നിന്നത് കണ്ടതും അഞ്ജുവിന് അവൾ മുഖം നോക്കിയപ്പോൾ മനസ്സിലായി. എൻ്റെ ലച്ചൂസേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. അല്ലേ, നീ എൻ്റെ കൂടെ അങ്ങോട്ട് വാ, നമുക്ക് പൊളിക്കാം. അത് കേട്ടപ്പോൾ ലച്ചുവിന് ആഗ്രഹം തോന്നിയെങ്കിലും വേണ്ടെന്ന് വെച്ചു. അരുൺ എണീറ്റ് വന്നപ്പോൾ നേരം കുറച്ചായിട്ടുണ്ട്. പുതിയൊരു ശീലം പറഞ്ഞിട്ട് അമ്മ വഴക്ക് പറഞ്ഞപ്പം അരുൺ നോക്കിയത് വിളമ്പി വെക്കുന്ന അഞ്ജുവിനെയാണ്. ആ മുഖത്തെ ചിരി കാണെ അരുണിന് ചിരി പൊട്ടി. ഞാനും അവരെ പോലെ അധ്വാനിക്കുന്നുണ്ടേ, അല്ലേ കുഞ്ഞിപ്പെണ്ണേ? കഴിക്കാൻ വിളിച്ചപ്പോൾ അരുൺ വന്ന് ആരും കേൾക്കാത്ത രീതിയിൽ അഞ്ജുവിനോട് ചോദിച്ചതും അഞ്ജു അരുണിനെ നോക്കി കണ്ണ് കാട്ടി കൈക്കൊരടി വെച്ച് കൊടുത്തു. വൈകിട്ട് അരുൺ പുറത്തേക്ക് പോയപ്പം ലച്ചു അഞ്ചും കൂടെ ഷോപ്പിങ്ങിന് പുറത്ത് പോയി. അവിടെ വെച്ച് അഞ്ചു അരുണിന് വണ്ടി കുറച്ച് സമ്മാനങ്ങൾ വാങ്ങി. ലച്ചും അരുണിന് വേണ്ടി വാച്ച് വാങ്ങിച്ചു. ഒരു മൂവിക്ക് കൂടെ കയറി തിരിച്ചെത്തിയപ്പം 8 മണി ആയിട്ടുണ്ട്. അവരെത്തി കുറച്ച് കഴിഞ്ഞതും അരുൺ വന്നിരുന്നു. ഫ്രഷ് ആവാൻ നേരം റൂമിലേക്ക് പോയതും അഞ്ചു ലച്ചുവിനെയും കൂട്ടി ഒരു റൂമിൽ കയറി ചെറിയ രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങി. രാത്രി ഭക്ഷണം കഴിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകാൻ നിന്ന അരുണിനോട് മാമയും പപ്പയും കൂടെ ഒരു മൂവി വെച്ച് കണ്ടാലോ എന്ന് ചോദിച്ചപ്പം അരുണൊന്ന് ഞെട്ടി. ആദ്യമായിട്ടാണ് രണ്ടുപേരും ഇങ്ങോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരുൺ ഉറക്കമൊക്കെ പോയിരുന്നു. ഓക്കെ പറഞ്ഞിട്ട് ടി വിയും മൂവിയൊക്കെ ലഞ്ചും മച്ചും സ്നാക്സ് ഡ്രിങ്ക്സ് എല്ലാം കൊണ്ടുവച്ചു. ഇടയ്ക്ക് സംസാരിച്ച് കളി പറഞ്ഞ് ചിരിച്ചും സമയം 12 ആയതൊന്നും അരുൺ അറിഞ്ഞതേയില്ല. ലൈറ്റെല്ലാം ഓഫായത് കണ്ട് അഞ്ജു ലച്ചു എണീറ്റ് പോയത് അരുൺ ശ്രദ്ധിച്ചില്ല. മൂവി കണ്ട് കഴിയെ ചിരിയോട് അഞ്ജുവിനെ നോക്കാൻ തിരിഞ്ഞ അരുൺ എവിടുന്നോ കേട്ട അഞ്ജുവിൻ്റെ അരുണേട്ടാ എന്നുള്ള വിളി ഞെട്ടിരുന്നിടത്തുനിന്ന് എണീറ്റു. വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കെ അരുൺ അങ്ങോട്ട് ഓടുകയായിരുന്നു. പിന്നാലെ അമ്മയും പപ്പയും കൈക്കോർത്ത് അങ്ങോട്ട് നടക്കെ അരുൺ അറിഞ്ഞില്ല അവന് വേണ്ടി അവരൊരുക്കിയ സർപ്രൈസ് എന്തായിരുന്നു എന്ന്. തുടരും. കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.